ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീട് പണിയുന്ന സമയത്ത് സ്റ്റെയറിൻ്റെ ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം, അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ഇത് മരത്തിൻ്റെ, അതായത് എല്ലാം തന്നെ റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ മരത്തിൻ്റെ ഫ്രെയിമുകൾ, അതിൻ്റെ കാലുകളെല്ലാം തന്നെ, തൂണുകളെല്ലാം തന്നെ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു ഗ്ലാസിൻ്റെ എക്സ്പെർട്ട് ആയ ആളുകളോട്, അത് ചെയ്യുന്ന വ്യക്തികളോട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ ഗ്ലാസിൻ്റെ ടെമ്പേർഡ് ഗ്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് എക്സ്പെർട്ട് ആളുകളെ തന്നെ ചെയ്യിപ്പിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ കട്ടിങ്ങും കാര്യങ്ങളും ഗ്യാപ്പ് കറക്റ്റ് ആവണം. എല്ലാ കാര്യങ്ങളും ഗ്ലാസിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായാൽ മാത്രമേ അതിൻ്റെ ആ നീറ്റ്നെസ് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ അതുമാത്രമല്ല, ഗ്ലാസിൻ്റെ കട്ടിങ് തന്നെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. കണ്ടോ, ഒരു കർവ് കണ്ടോ, ആ കർവ് കറക്റ്റായിരിക്കണം. കർവും കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അപകടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് കൈയൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് ഉറപ്പിച്ചിരിക്കുന്ന രീതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ മരത്തിൽ ജസ്റ്റ് അതിൻ്റെ ഗ്ലാസിൻ്റേതായ ഫിറ്റിങ്സുകളുണ്ട്. അതിന് ജസ്റ്റ് നമുക്ക് രണ്ട് സൈറ്റുകളിൽ നിന്ന് അപ്പുറത്തും ഇപ്പുറത്തും നിന്നതിന് ശേഷം ടൈറ്റ് ചെയ്യാൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഗ്യാപ്പും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ടെമ്പേർഡ് ഗ്ലാസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് പൊട്ടാത്ത രീതിയിലുള്ള ഗ്ലാസ് ആയിരിക്കണം നല്ലത്. അത് ഇത്ര വന്നിട്ട് 3mm, 6mm, 12mm, 8mm പല രീതിയിലുള്ള ഗ്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഗ്ലാസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ മരത്തിന്മയാണ് ചെയ്തിരിക്കുന്നത്, മരത്തിൻ്റെ ഫ്രെയിമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഫ്രെയിമിൽ ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഫ്രെയിമിൽ ചെയ്യാം. നമുക്ക് ഏതാണോ ഉപയോഗപ്പെടുന്നത് അത് രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അത്രയും നല്ല രീതിയിൽ തന്നെ സ്റ്റെയറിൻ്റെ ഏരിയ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ലൈറ്റ്സുകൾ കൊടുക്കാൻ പറ്റും. ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ് മാത്രം പ്രത്യേകം എടുത്ത് നിൽക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ലൈറ്റുകൾ കൊടുക്കാൻ സാധിക്കും. അത് LED സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല മനോഹരമായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.